നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശിയുടെ മനഃശാസ്ത്രം കറക്റ്റാ. ചേച്ചിയെ പോലട്ടുന്ന പ്രശ്നം താലിയ. എന്താ മോളെ ഇത്? എന്താ? നല്ല ചൂടുണ്ടല്ലോ. അമ്മ ഒരു കഷായം കാച്ചി തരാം. ആദ്യം വന്ന് ആഹാരം കഴിക്കേ. വാ മോളെ. മോള് വാ, ഇരിക്കടാ. എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് രോഷം പ്രകടിപ്പിക്കുന്നവളാണ് വന്ദന. ഇന്നൊന്നും നോക്കുന്നത് പോലുമില്ലല്ലോ. ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ക്ഷേത്രത്തില് പൂജ കഴിഞ്ഞ് വന്ന പിന്നെ വന്ദനയാകെ മൂഡൌട്ടിലാണ്. എന്തു പറ്റി മോളെ? ഒന്നുമില്ല അച്ഛാ. കുറച്ച് വൈകിട്ടാണേലും വന്ദനമോളുടെ വിവാഹം ഉറച്ചില്ലേ? അധികം വൈകാതെ വിവാഹവും നടക്കും. ഗൗതം വന്ദനയുടെ കഴുത്ത് താലി കെട്ടിക്കഴിഞ്ഞാ പിന്നെ അവക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരില്ലേ? നമ്മളെയൊക്കെ പിരിയുന്ന കാര്യം അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂഡ് ഓഫാ അല്ലേ മോളെ? മുത്തശ്ശിയുടെ മനഃശാസ്ത്രം കറക്റ്റാ. ചേച്ചിയെ പോലട്ടുന്ന പ്രശ്നം താലിയ. താലി കെട്ട് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെ പിരിയുന്ന ദുഃഖം സ്വാഭാവിക. പക്ഷെ ചേച്ചിക്ക് 100% ആപ്റ്റായ പയ്യനാണ് ഗൗതം. ഗൗതമിന്റെ ഭാര്യയാകുന്നതോടെ വന്ദന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ രാജകീയ പ്രൗഢിയിലേക്ക് മാറിയിരിക്കും. റോയൽ സ്റ്റാറ്റസ്. ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് വന്ദനേച്ചിക്കുണ്ട്. പത്രപ്രവർത്തകനായ ഗൗതമിന്റെ ഭാര്യയാവുന്നതോടെ ചേച്ചി ഒരു ജേർണലിസ്റ്റായി മാറിയിരിക്കും. അതെ, തൂലിക പടവാളാക്കുന്ന പത്രക്കാരി വന്ദന ഗൗതം. ഇക്കാര്യത്തിലെ അളിയന്മാർക്ക് അഭിപ്രായമൊന്നുമില്ലേ? വന്ദനയുടെ വിവാഹകാരിയാണല്ലോ ചർച്ചാ വിഷയം. താലി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അഭിപ്രായം പറയുന്നുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ വന്ദനച്ചിയുടെ താലികെട്ട് എന്ന കടമ്പ കടന്നതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. കാര്യങ്ങൾ ഇത്രയ്ക്കായിട്ടും സഹോദരങ്ങൾ ഇങ്ങനെ തലതിരിവ് കാണിക്കുന്നത് പരമ കഷ്ടമാ. അത് പറയാതിരിക്കാൻ വയ്യ. ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ലേ? നടക്കും മോനെ. വന്ദനയുടെ വിവാഹം മംഗളമായി തന്നെ നടക്കും. ഈ ഊരാക്കുടിക്കിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ജഗന് മാത്രമേ കഴിയുള്ളൂ. ജഗനെ ഒന്ന് കാണണം, എത്രയും വേഗം.
ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മാധവേട്ടൻ അവിടെ ഇരുന്നാ മതി. ഏയ് അതൊന്നും ശരിയാവില്ല. ഷീറ്റ് വിരിക്കുമ്പോ അതിൽ ചുളിവൊന്നും ഉണ്ടാവാൻ പാടില്ല. രണ്ട് വശവും നിന്ന് വലിച്ചു പിടിച്ച് വേണം ഷീറ്റ് വിരിക്കാൻ. ആ ആ ആ പില്ലോ കവർ എടുത്തേ. ആ ആ ഇട്. ഇവിടെ അവർക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അച്ഛാ, അച്ഛനും അമ്മയും കഠിനമായ പരിശ്രമത്തിലാണല്ലോ. ഇതൊക്കെ വർഷ ചെയ്യുമായിരുന്നില്ലേ? മോനെ, നീ ഇപ്പൊ ഞങ്ങൾക്ക് മരുമോ മാത്രമല്ല, അതിഥി കൂടിയാണ്. ഒരു രാത്രി ഈ വീട്ടിൽ കഴിയാന്ന് തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമല്ലേ. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. അതൊന്നും സാരയില്ല അച്ഛാ. ഇവിടെ AC ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. എന്നും AC-യിൽ കിടന്നുറങ്ങുന്ന ആളല്ലേ. അയ്യോ, അങ്ങനെ ഒരു വിഷമവും വേണ്ടമ്മേ. നിങ്ങളുടെ മുറി ഞങ്ങൾക്കായി ഒഴിഞ്ഞേരേണ്ട കാര്യമില്ലായിരുന്നു. ഹാളിലൊരു ഷീറ്റ് വിരിച്ച് കിടന്നാലും എന്റെ ഉറക്കത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അനാഥാലയത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം ഞെങ്ങി ഞെരിയും കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ശീലമൊന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. ഈ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ. സ്വന്തം അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ ഒരു രാത്രി സുരക്ഷിതനായി കഴിയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ സംതൃപ്തിയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. അധപാലിന് ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യ ഈ രാത്രി നിങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നത്. മോൻ കരയാണോ? ഇങ്ങനൊരു സ്നേഹം കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പുണ്യ ചെയ്ത്? പുണ്യം ചെയ്ത് ഞങ്ങളാ മോനെ. ഇതുപോലൊരു മരുമകനെ അല്ല മകനെ കിട്ടിയതിന്. ഞങ്ങൾക്ക് 2 ആൺമക്കളുണ്ട്. പക്ഷേ ഒരു മകന്റെ സ്നേഹം ഞങ്ങൾ അറിയുന്നത് നിന്നിലൂടെയാ മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.